ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ യൂട്യൂബ് ഒക്കെ ഓണായി വ്ളോഗിംഗ് ഒക്കെ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കസിന്റെ വീട്ടിൽ ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്തതും പിന്നെ എൻ്റെ സ്റ്റേപ്പിൾ ഫേവറേറ്റ് ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ഹണ്ടിങ് ഒക്കെയാണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡി ആയിട്ട് നമ്മൾ കസിന്റെ വീട്ടിലോട്ട് ഇറങ്ങുവാണ് കേട്ടോ. ഇന്നിപ്പോ ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പോയപ്പോ അവിടെ കസിന്റെ മകനുണ്ട്. അപ്പൊ അവൻ എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ഞാനൊരു ഫുഡി ആയതുകൊണ്ട്, ഫുഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഫുഡും കഴിക്കുന്ന ഫുഡി അല്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് കഴിക്കുന്ന മാത്രമായിട്ടുള്ള ഫുഡി. അതെന്ത് ഫുഡിയാണല്ലേ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു വന്നത്, റീസെന്റ് ഞാൻ അഹാൻകുട്ടനെ ഉണ്ടാക്കി കൊടുത്തതിൽ അവന് ഏറ്റവും റിപ്പീറ്റഡ്ലി ചോദിച്ച് ചോദിച്ച് വാങ്ങിച്ച കഴിച്ച ഒരു ഐറ്റം ഉണ്ട്. അപ്പോൾ അത് തന്നെ കേട്ടോ ഇന്നും ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അഹാൻകുട്ടൻ. തൊട്ടടുത്ത് നിൽക്കുന്നത് അഹാന്റെ ഫാദറും നമ്മുടെ കസിനുമായിട്ടുള്ള അമലാണ് കേട്ടോ. നിന്റെ ഗിഫ്റ്റ് ഓർമ്മ നോക്കി. അതല്ല ഫോട്ടോ അയ്യോ അത് നീ തുറന്നു കൊടുക്കാം. അവന്റെ ഫേവറേറ്റ് സാധനമാണ് അത്. കൊച്ചിനാണ് നീ തുറന്നു ഫുഡ്. പഞ്ചസാര ഇട്ട് കഴിക്കാൻ പൊട്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ അഹാൻകുട്ടൻ ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ വന്നപ്പോ തന്നെ ഫസ്റ്റ് കോഴ്സ് ആയിട്ടുള്ള ഇടിയപ്പവും മട്ടൻ സ്റ്റൂവും ചിക്കൻ റോസ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനി ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റത്തെ ഹോട്ട് ചോക്ലേറ്റ് സ്പോട്ടിലോട്ടാണോ പോകാൻ പോകുന്നത്. ഇത് ആക്ച്വലി അധികം ദൂരമൊന്നുമില്ല, നമ്മുടെ ബിൽഡിങ്ങിന്റെ താഴെ തന്നെയുള്ള ഒരു കഫേ ആണ് കേട്ടോ. ഓപ്പൺ ചെയ്യണം. അങ്ങനെ നമ്മൾ നടന്ന് കഫേ എത്തി. നമ്മൾ ഇവിടെ ഒന്നും കഴിക്കുന്നില്ല, നമ്മൾ ടേക്ക് അവേ ആണ് ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും ഹോട്ട് ചോക്ലേറ്റ് പ്രിഫറബിളി വിത്തൗട്ട് വിപ്പാണ് കേട്ടോ ഇഷ്ടമുള്ളത്. എനിക്ക് എപ്പോഴും ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുമ്പോൾ മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് എനിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ ചോദിക്കും കേട്ടോ, മെഷീൻ മെയ്ഡ് ആണോ അതോ ഒറിജിനൽ ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടുള്ള പരിപാടിയാണോ എന്നൊക്കെ. അതുപോലെ തന്നെ എപ്പോഴും ഞാൻ പ്രിഫറബിളി വിത്തൗട്ട് വിപ്പാണ് കേട്ടോ ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യാറ്. പിന്നെ അതുപോലെ ആഡ് ഓൺസ് ആയിട്ടുള്ള മാഷ്മെലോസ്, സ്പ്രിങ്കിൾസ് അതൊന്നും ഞാൻ ആഡ് ചെയ്യാറില്ല. ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ എൻജോയ് ചെയ്ത് വീട്ടിലെത്തിയപ്പോഴേക്കും അവിടെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ലഞ്ചും അതുപോലെ ലേറ്റ് ആണ് കേട്ടോ. ഇനി അങ്ങോട്ട് നമ്മുടെ അഹാൻകുട്ടൻ്റെ പ്ലേറ്റ് ടൈം ആണ്. ഇനിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ ലഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഏർലി ഡിന്നർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പോൾ നമ്മൾ ഇനി ഡിന്നർ അല്ല ലഞ്ച് കഴിക്കാൻ പോവാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുവാണേ. ഓരോരുത്തരും നമ്പർ 1 2 3 രാഹുൽ ഇനി നേരെ വീട്ടിൽ പോയി ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പുറത്തോട്ട് തന്നെ കേട്ടോ പോകുന്നത്. ചേഞ്ച് ചെയ്ത് ഇറങ്ങി നമ്മൾ ലുലുലു പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറങ്ങി കേട്ടോ. എന്തുവാണ് വാങ്ങിക്കുന്നത്? ഇത് നല്ല ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. ആശാൻ സ്വന്തമായിട്ട് കപ്പ് കേക്ക് വാങ്ങിക്കുന്ന വീഡിയോ ആണ് ആ കണ്ടത്. അല്ല, ഇവ 100 രൂപയും കൊടുത്ത് കപ്പ് കേക്ക് വാങ്ങിക്കാൻ പോയി. കൊച്ച് കപ്പ് കേക്ക് കറക്റ്റ് ആയിട്ട് വാങ്ങി. ഇവിടെ ഇപ്പൊ ഒരു ചെറിയ കോമഡി നടന്നു കേട്ടോ. നമ്മുടെ അഹാൻകുട്ടൻ ഈ കപ്പ് കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോ അമല് ഒരു 100 dirhams എടുത്ത് കൊടുത്തിട്ട് കപ്പ് കേക്ക് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അപ്പൊ പൈസ കൊടുത്തു, കപ്പ് കേക്ക് വാങ്ങിച്ചു, അവൻ തിരിച്ചു വന്നു. അഹാന്റെ അച്ഛനായ അമല് ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ബാലൻസ് പൈസ വാങ്ങിച്ചോണ്ട് വരണമെന്ന് കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ല. അതാണിപ്പോ അവിടെ നടന്നത്. അത് പറഞ്ഞാണ്ടോ ഇപ്പൊ കളിയായിക്കൊണ്ടിരുന്നായിരുന്നേ. പിന്നെ നമ്മൾ പരിപാടി ഇവിടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആർക്കേഡ് ഒറിജിനലിൽ വീണ്ടും അവർ ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലാസ്റ്റായിട്ട് ഒരു ഹോട്ട് ചോക്ലേറ്റും കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ മോളിൽ നിന്ന് കാണുന്നത്. അപ്പോൾ ആർക്കേഡ് ഒറിജിനൽ കഴിഞ്ഞ വിൻ്റർ സീസണിലായിരുന്നു ഹോട്ട് ചോക്ലേറ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നത്. അപ്പോൾ ഇത് നാളെ നിർത്തും. അതുകൊണ്ടാണ് ഇന്ന് ലാസ്റ്റത്തെ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയത് കേട്ടോ. ഹോട്ട് ചോക്ലേറ്റ് നമുക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 20 minutes ബിഫോർ എങ്കിലും പ്രീ ഓർഡർ ചെയ്യണം. എന്നാലേ നമ്മൾ വരുമ്പോഴത്തേക്കും ഹോട്ട് ചോക്ലേറ്റ് റെഡി ആയിട്ട് വരുള്ളൂ. ഈ കാണുന്നതാണ് ആർക്കേഡ് ഒറിജിനലിലെ ഹോട്ട് ചോക്ലേറ്റ് ഇപ്പോൾ സെയിൽ ചെയ്യുന്ന വില്ല കേട്ടോ. ഈ വെനസ്ഡേ മുതൽ അവരുടെ പുതിയ സമ്മർ മെനു സ്റ്റാർട്ട് ആവും കേട്ടോ. എന്നാലും ഹോട്ട് ചോക്ലേറ്റ് നാളെയും കൂടെ ഉള്ളൂ. പ്രീ ഓർഡർ ചെയ്താലും ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് എത്തിയിരിക്കുകയാണ്. ഈ പ്രാവശ്യം 4 എണ്ണം കേട്ടോ പറഞ്ഞേക്കുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 30 dirhams 35 dirhams ആണ് പെർ ഗ്ലാസ്സിന്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിപ്പിംഗ് ക്രീം അത്ര അങ്ങോട്ട് താല്പര്യമില്ല. ഇനി എല്ലാവരുടെ അടുത്തും അഭിപ്രായം ചോദിച്ചോ. എങ്ങനെയുണ്ട് എടാളോ? എങ്ങനെയുണ്ട്? ഇഷ്ടമായില്ല. സുമി എങ്ങനെയുണ്ട്? നീവിനെ? എനിക്ക് ഇഷ്ടമായി, പക്ഷെ എനിക്ക് വിപ്പ് ക്രീം എനിക്ക് അത്ര ഇഷ്ടമായില്ല. വിപ്പ് ക്രീം ഒഴിവാക്കിയിട്ട് ഇത് മാത്രമാണെങ്കിൽ ഓക്കെയാണ്. ഇനി അടുത്ത ചടങ്ങ് എടുത്ത ഫോട്ടോസൊക്കെ എയർ ഡ്രോപ്പ് ചെയ്ത് വാങ്ങിക്കണോ? ഫോട്ടോ ഇപ്പൊ എടുത്ത ഫോട്ടോ ഓണാണ്. അങ്ങനെ ഇന്നത്തെ ഡേ ഇവിടെ അവസാനിക്കുവാണ് കേട്ടോ. നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ച് പെട്ടെന്ന് വീടെത്തി. എല്ലാ പരിപാടിയും വെള്ളിയാഴ്ച. ഇനി എല്ലാവരുടെയും വീട്ടിലോട്ട് പോകുവാണ്. സോ ഗുഡ് നൈറ്റ് എവ്രി വൺ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അങ്ങനെ ആർക്കയുടെ ഫൈനൽ ഹോട്ട് ചോക്ലേറ്റും കുടിച്ച് വന്നേക്കോണ്ടോ. ഇനി നെക്സ്റ്റ് ഹോട്ട് ചോക്ലേറ്റ് ഹണ്ട് ടു ഏഞ്ചലീനയാണ്.